പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ തിയറി പാർട്ടൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ചോദിക്കാതിരിക്കരുത്. സോ വി ക്യാൻ go for the problems. First question. ഇത് സെനർ ഡയോഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. So this is the load resistor, 75k, and this is 150k, and this is a 15 volt Zener diode. If VZ 15 volt Zener diode എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് 15 വോൾട്ടേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ the question was find the power dissipated in the Zener diode. Zener diode dissipate ചെയ്യുന്ന പവർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് പവറിൻ്റെ ഇക്വേഷനൊക്കെ അറിയാം. പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ എന്ന് പറയുന്നത്. സോ ഇതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെനർ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ we can find out the power dissipated because the voltage is always 15 voltage ആയിരിക്കും. കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾ തന്നെ നോക്കി. ഇതിന് ക്രോസ് ആയിട്ട് 15 വോൾട്ടേജ് ആയിരിക്കും. ഈ ഇതിനെ ക്രോസ് 15 വോൾട്ടേജ് ആണെങ്കിൽ ഇത് പാരലൽ സർക്യൂട്ടാണ്. ഇതിനെ ക്രോസ് ആയിട്ടും 15 വോൾട്ടേജ് ആയിരിക്കും. സോ ദ വോൾട്ടേജ് across 75k is also 15 voltage. Parallel circuit ആയാണ് 15 വോൾട്ടേജ് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ വോൾട്ടേജ് കിട്ടി. വോൾട്ടേജ് 15 വോൾട്ടേജ് ആണ്. സോ ദ പവർ ത്രൂ ദിസ് കറണ്ട് ത്രൂ ദി 75k എന്തായിരിക്കും? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ ദ കറണ്ട് through 75k is equal to current through the, that is 15 voltage by 75k, that is 0.2 milliampere, 0.2 milliampere. So we found out the current through this load resistor. Load resistor അവിടെയുള്ള കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ എന്താണ് ഇനി കണ്ടുപിടിക്കേണ്ടത്? ഇതിലൂടെയുള്ള കറണ്ടാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഇതിലൂടെയുള്ള കറണ്ട് പ്ലസ് ഇതിലൂടെയുള്ള കറണ്ടാണ് ഇതിലൂടെയുള്ള. ഇതാണ് അതിൻ്റെ മെയിൻ ബ്രാഞ്ച്. ആ ബ്രാഞ്ച് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് രണ്ടായിട്ട്. സോ ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ട് പ്ലസ് ഇതിലൂടെയുള്ള കറണ്ടാണ് ഇതിലൂടെയുള്ള കറണ്ട്, 150k യിലൂടെയുള്ള കറണ്ട്. സോ ഈ 150k യിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ എന്താ മാർഗം? നമുക്കറിയാം 150k ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണുള്ളത്? ബാക്കി 35 വോൾട്ടേജ് ആണ്. കാരണം എന്താണ്? 15 വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പായി, ഇതിനെ ക്രോസ് ആയിട്ട് 15 വോൾട്ടേജ് ഡ്രോപ്പായി പാരലൽ സർക്യൂട്ടിനെ ക്രോസ് ആയിട്ട്. ദെൻ സീരീസ് സർക്യൂട്ടിനെ ക്രോസ് ആയിട്ട് 35k ആണ്. സോ ദ റിമൈനിങ് വോൾട്ടേജ്, so the voltage across 150k, voltage across
150K 150K എന്ന് പറയുന്നത് 35 വോൾട്ടേജ് ആയിരിക്കും. That is 50 minus 50. Okay. So what is the current? Main current I is equal to 35 voltage divided by 150K. That is 0.23 milliampere meter. Okay. So ഇതിലൂടെ പോകുന്ന കറണ്ട് 150Kയിലൂടെ പോകുന്ന 0.023 ആണ്, 75Kയിലൂടെ പോകുന്ന 0.2 ആണ്. So what is the current through this Zener diode? IZ is equal to IZ should be I minus I75K. That is 0.23 minus 0.03 milliampere. So we found out the current through the Zener diode. Then the power dissipated in the Zener diode is equal to power EZ is equal to IZ into VZ. So 0.03 milliampere into VZ is equal to 15 voltage. That is equal to 15 into 0.45 milliwatt is the power dissipated in the Zener. Okay. Clear ആയോ? ഈ ഐഡിയ ക്ലിയർ ആയോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്? നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എടുക്കുന്നത്. സോ നിങ്ങളത് ശ്രദ്ധിക്കണം, പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു സർക്യൂട്ട്, ഇതൊരു വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടാണ്. ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ എക്സസ് ആയിട്ട് ഇവിടെ വരുന്ന വോൾട്ടേജ് ഒക്കെ ഈ സീരീസ് റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആവും എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ എടുത്തോളാം. ഓക്കെ, then we can go for next problem. നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് കാണാനായിട്ട് സാധിക്കും. നെറ്റിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടാനായിട്ട് ഉണ്ട്. സോ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്യണം. ഞാനിത് കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യിക്കുന്നുള്ളൂ, ഡിഫറെൻ്റ് വരുന്ന കുറച്ച് പ്രോബ്ലംസ്. This is the load resistor and we can have a 4.8 volt Zener diode. Okay, 4.8 volt Zener diode എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, Zener വോൾട്ടേജ് 4.8 ആണ്. This is 6.3 voltage supply and this is 12 ohm. Okay, the question was in the Zener diode current is limited in the circuit in the range 5 IZ 100 milliampere. Then calculate the range of possible load resistance. Okay, question ഒന്നുകൂടെ വായിക്കുക. ക്വസ്റ്റ്യൻ കണ്ടു, ഇതൊരു വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് തന്നെയാണ്. In the circuit, the Zener diode current is limited in the range 5
to 100 മില്ലി ആംപിയർ 5 to 100 മില്ലി ആംപിയറിൽ സെർണൽ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് ലിമിറ്റ് ചെയ്യണമെങ്കിൽ ആ ലോഡ് റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ഏത് റേഞ്ചിലായിരിക്കണം എന്നാണ്, പോസിബിൾ റേഞ്ച് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. ഇതിലൂടെയുള്ള കറണ്ട് 5 to 100 മില്ലി ആംപിയറിൽ ലിമിറ്റ് ചെയ്യണമെങ്കിൽ ലോഡ് റെസിസ്റ്റൻ്റ് വാല്യൂ എന്ത് കൊടുക്കണം എന്നാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പം ആദ്യം IZലൂടെ പോകുന്ന കറണ്ട് 5 മില്ലി ആംപിയർ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്കൊരു RLൻ്റെ വാല്യൂ കിട്ടും. ദെൻ സെർണൽ ഡയോഡിലൂടെ പോകുന്ന കറണ്ട് 100 മില്ലി ആംപിയർ എടുക്കുക. ദെൻ യു ഷുഡ് ഗെറ്റ് ആൻ RL. ആ RL, രണ്ട് RL ആയിരിക്കും അതിൻ്റെ പോസിബിൾ റേഞ്ച്. ആ RLോട്ട് ആദ്യം കണ്ട RL, അതായത് കറണ്ട് 5 മില്ലി ആംപിയർ ആകുമ്പോൾ ഉള്ള RLും കറണ്ട് 100 മില്ലി ആംപിയർ ആകുമ്പോൾ ഉള്ള RLും ആ റേഞ്ചിനായിരിക്കും നമ്മൾ പോസിബിൾ റേഞ്ച് ഓഫ് RL എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തു പോകണം കേട്ടോ. പ്രോബ്ലംസ് നമ്മൾ കണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലംസ് തെറ്റാനുള്ള സാധ്യതകളുണ്ട്. ചെയ്ത് തന്നെ പോകണം. ഓക്കെ, കിട്ടിയോ ആർക്കെങ്കിലൊക്കെ? പ്രോബ്ലത്തിൽ വോൾട്ടേജ് അക്രോസ് RL ഈസ് ഓൾവേസ് 4.8 വോൾട്ടേജ് ആയിരിക്കും. ബിക്കോസ് പാരലൽ സർക്യൂട്ടാണ്. ഓക്കെ, what is the current through this 12 ohm? What will be the voltage drop in this 12 ohm? So എത്രയാണ് വോൾട്ടേജ് ഡ്രോപ്പ്? 6.3 മൈനസ് 4.8 വോൾട്ടേജ് ആയിരിക്കും. ദാറ്റ് ഈസ് 1.5 വോൾട്ടേജ് ആയിരിക്കും വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് this 12 ohm. So the total current, that current I is, or IT, total current IT is equal to 1.5 voltage divided by that 12 ohm. (125 milliampere) is the total current. Okay, you have to initially assume, let assume IZ, സെർണൽ ഡയോഡിലൂടെയുള്ള കറണ്ട് 5 മില്ലി ആംപിയർ. 5 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കുക. സോ സെർണൽ ഡയോഡിലൂടെ 5 മില്ലി ആംപിയർ ആണെങ്കിൽ ബാക്കി 120 മില്ലി ആംപിയർ ആയിരിക്കും ലോഡ് റെസിസ്റ്ററിലൂടെ പോകുന്നത്. സോ IL, this is the current flowing through the load resistor. IL is equal to 125 minus 5 is equal to 120 milliampere. What is the voltage across the load resistor? Voltage across the load resistor is same as 4.8 volt. So the RL value is equal to VL by IL, that is 4.8 divided by 120 milliampere. So you will get a value that is 40 ohm. So one range of RL is equal to 40 ohm. 40 ohm ആയിരിക്കും. സോ നമുക്ക് 5 to 100 മില്ലി ആംപിയർ ആണ് വേണ്ടത്. ആദ്യം നമ്മൾ 5 മില്ലി ആംപിയർ ആണ് സെർണൽ ഡയോഡിലൂടെയുള്ള കറണ്ട് അസ്യൂം ചെയ്തത്. ദെൻ അഗെയിൻ ലെറ്റ് IZ
is equal to 120 100 milliampere, not 120, 100 milliampere. So IL should be 100 minus 125 minus 100, that is 25 milliamp. So what will be that time RL? RL is equal to 4.8 voltage divided by 25 milliampere is equal to, sorry, it is 192 ohm. Okay, so the possible range of RL should be these two. So the RL value, so the range of RL is 40 to 192. Okay. Okay, clear ആയോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ഡൗട്ടുള്ളവർ ചോദിക്കണം, ചോദിക്കാതിരിക്കരുത്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പോകുന്നത്, ഓരോ പോർഷനിലേക്ക്, ഓരോ പ്രോബ്ലത്തിലേക്ക് പോകുന്നത്. ഓക്കെ, സോ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് പ്രോബ്ലം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. TFR ചോദിച്ചൊരു പ്രോബ്ലമാണ്. Question number 3. For the circuit D1 and D2 are identical diodes with ideality factor eta is equal to 1, and the thermal voltage Vt is equal to 25 millivolt. The reverse saturation current is equal to 1 picoampere. 1 picoampere. Okay. In the question there is two problems, two unknowns. This is one diode D1. This is another diode D2. So, simple circuit. 50 millivolt, and we can have I here. Find I, the current through the circuit, and the second, calculate voltage across both diodes. Okay, there are two problems. ഈ പ്രോബ്ലത്തിനകത്ത് D1 D2 രണ്ട് ഡയോഡ് തന്നിട്ടുണ്ട്. ആ രണ്ട് ഡയോഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഐഡിയാലിറ്റി ഫാക്ടർ eta is equal to 1 ആണെന്ന് തന്നിട്ടുണ്ട്. തെർമൽ വോൾട്ടേജ് Vt is equal to 25 millivolt ആണെന്ന് തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് അതിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വോൾട്ടേജ് അക്രോസ് D1 ആൻഡ് D2 കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് പാർട്ട്, ദിസ് പാർട്ട് ഈസ് വെരി സിമ്പിൾ. കാരണം എന്താ, ഒരു ഡയോഡ്, രണ്ടും ഐഡൻറ്റിക്കൽ ഡയോഡാണ്. ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിലാണ്. സോ ഈ സർക്യൂട്ടിലൂടെ മാക്സിമം പോകാൻ പറ്റുന്ന കറണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ്. ദറ്റ് ഈസ് 1 picoampere ആണ് ഇതിലൂടെ മാക്സിമം പോകുള്ളൂ. കാരണം D2 എന്ന് പറഞ്ഞ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് വെരി സിമ്പിൾ. Because of D2 is
reverse bias the only possible current through the circuit. So the circuit is reverse saturation is 1 pi current. Okay, first part we clear, part A. And we have to find voltage across D1 and D2. Okay, that is the second part. We know what is the diode current equation. We know the part B, diode current is equal to ID is equal to IS e raised to B by eta Vt minus 1. This is the equation for diode. Diode load current equation, where V is the voltage across the diode and eta is the ideality factor, Vt is the thermal voltage, I is the reverse saturation current. So voltage is consider the diode 1, D1 diode load consider ചെയ്യാം. So D1 diode consider ചെയ്ത് കഴിഞ്ഞാൽ ID is equal to IS e raised to V D1 by eta Vt minus 1. രണ്ടും ഐഡന്റിക്കൽ ഡയോഡ് ആണ്. അപ്പോൾ തെർമൽ വോൾട്ടേജും അതുപോലെ തന്നെ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഒക്കെ സെയിം ആണ്. So we have to find VD1. In this problem we have to find VD1. So for that ID divided by IS ഇത് അങ്ങോട്ട് പോകും, is equal to e raised to VD1 by eta Vt minus 1. So this one അങ്ങോട്ട് പോകും. So from that here e raised to VD1 by eta Vt is equal to ID divided by IS plus 1. So taking logarithm on both sides, natural logarithm on both sides, you will get VD1 by eta Vt is equal to natural logarithm ID divided by IS plus 1. So we have to find VD1, voltage across D1, eta Vt logarithm ID divided by IS plus 1. So this is the voltage across the diode. ഇത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലത്തിലും വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ്, നമ്മൾ കറണ്ട് ത്രൂ ദി ഡയോഡ് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ് ആണ് പറഞ്ഞത്. ഇനി ചിലപ്പോഴൊക്കെ വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ് ആയിരിക്കും ചോദിക്കുന്നത്. വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സിംപ്ലി യൂസ് ദിസ് ഇക്വേഷൻ. This is also a very important equation. So voltage across D1 is equal to eta Vt logarithm ID by IS plus 1. So നമ്മുടെ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് അക്രോസ് D1 ഫസ്റ്റ് ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈറ്റ 1 ആണ്. Vt എന്ന് പറഞ്ഞാൽ 25 മില്ലി വോൾട്ട് ആണ്. ISും ഡയോഡിലൂടെയുള്ള കറണ്ട് സെയിം ആണ്. സോ ഇൻ ദിസ് പ്രോബ്ലം ഈറ്റ ഈസ് 25 millivolt into logarithm ID IS same ആണ്. So 1 divided ID is also IS. So IS plus 1, that is 2, logarithm 2. So from that you will get voltage across D1 what is voltage? 0.018 millivolt. 0.018 millivolt. You will get this voltage across D1. In this problem, the voltage across D1 is 0.018 millivolt. So the remaining voltage will be drop in VD2, voltage across D2. And hence VD2 is equal to 50 minus 0.018 millivolt, that is 49
0.982 millivolt. ഓക്കെ, കാരണം എന്താ? കാരണം ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് ഡയോഡ്, ബിക്കോസ് ദിസ് ഡയോഡ് ഈസ് ഓൾമോസ്റ്റ് ഇൻ ഐഡിയലി ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, ഈ ഡയോഡ് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ വോൾട്ടേജ്, ഇതിനെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. ഇതിൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, കാരണം ഇത് ഓപ്പൺ ആയ കാരണം. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് ഡയോഡിനായിട്ട് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവും, സെക്കൻഡ് ഡയോഡിന് വോൾട്ടേജ് ഡ്രോപ്പ് വളരെ വലിയൊരു വാല്യൂ നമുക്ക് കിട്ടിയത്. ഓക്കെ, ആ പറഞ്ഞു. ഇൻപുട്ട് മില്ലി വോൾട്ടിലായിരുന്നു, 50 മില്ലി വോൾട്ട് ആണ് പറഞ്ഞായിരുന്നേ, വോൾട്ടേജിലല്ലായിരുന്നു. ആ എത്ര കിട്ടിയത്? ആ 0. ആണോ? ഓ, ഇത് വോൾട്ടേജിലാണോ കിട്ടിയത്? സോ 1 into 25 വോൾട്ടേജ് is 25 millivolt. ലോഗരിതം 2ന്റെ വാല്യൂ എത്രയാണ്? log 2 0.693 ആണ് കിട്ടുക അല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് ഇൻ വോൾട്ടേജിലാണ് അല്ലേ? സോ മൈറ്റ് ബി മൈ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കും. സോ ഞാൻ ഇതിൻ്റെ ആൻസർ നോക്കിയില്ല, ആൻസർ കീ നോക്കിയില്ല, ഞാൻ പ്രോബ്ലം കണ്ടപ്പോൾ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സോ ഇഫ് ദിസ് ഈസ് ഇൻ വോൾട്ടേജ് റേഞ്ചിലാണെങ്കിൽ 50 മൈനസ് 18 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. 15 ഇൻറ്റു മൈനസ് 80 ദറ്റ് ഈസ് എത്ര കിട്ടും? ദറ്റ് ഈസ് 32 വോൾട്ടേജ്, മില്ലി വോൾട്ടേജ് കിട്ടും. ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ, ഞാനൊന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം, ആൻസർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അത് വോൾട്ടേജിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ 32 മില്ലി വോൾട്ടാണ് കിട്ടുള്ളൂ. ഹവർ എന്നിരുന്നു കഴിഞ്ഞാലും എന്താണെങ്കിലും ഈ ക്ലോസ്ഡ് ഡയോഡിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഓപ്പൺ ഡയോഡിന് അക്രോസ് ആയിട്ടായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി മുഴുവൻ വോൾട്ടേജും ഉണ്ടാവുക. കാരണം എന്താണ്? ഇത് ഓൾമോസ്റ്റ് ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ്. പക്ഷേ അത് ഐഡിയൽ കണ്ടീഷനാണ്. ഇത് പക്ഷേ നമുക്ക് പറഞ്ഞത് പ്രാക്ടിക്കൽ കണ്ടീഷനിലാണ് പറഞ്ഞത്. സോ പ്രാക്ടിക്കൽ കണ്ടീഷനിൽ പറയുമ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. Another problem. The Zener voltage, at knee is 7 voltage. At knee is 7 voltage means it is in breakdown, it will be 7 voltage. That is the breakdown voltage is 7 voltage. And the knee current is negligible. Knee current is negligible, that I will say what it is. And the Zener dynamic resistance is 10 ohm. If the input voltage
VI in the range of 10 to 16 voltage, the output voltage range is, okay. You have to find the output voltage range, and here we have the VA, it's a variable supply, and we have a 20 ohm resistor and a Zener diode. Here it is, the output voltage VU. We have to find the output voltage range. Output voltage range എത്രയാണെന്നാണ് പറയുന്നത്. Okay, Zener voltage at knee is equal to 7 voltage ആണ്. At knee is equal to 7 voltage, breakdown voltage is 7 voltage. The knee current is negligible. Knee current is negligible means sorry, knee current is negligible means we don't have the reverse saturation current. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇല്ല. നീ കറണ്ട് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നീ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഓക്കെ, അപ്പം റിവേഴ്സ് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ ഉള്ള കറണ്ടിനെയാണ് നീ കറണ്ട് എന്ന് പറയുന്നത്. സോ ദിസ് കറണ്ട് ഈസ് നീ കറണ്ട് IZK. ദിസ് ഈസ് ദ നീ വോൾട്ടേജ് GZK. അത് നെഗ്ലിജിബിൾ ആണ്, അപ്പോൾ അത് ഓൾമോസ്റ്റ് ഐഡിയൽ ഫാക്ടറാണ്. ആൻഡ് ദ സെനർ ഡൈനാമിക് റെസിസ്റ്റൻസ് ഈസ് 10 ohm. ഐഡിയൽ കേസിൽ നമുക്ക് ഇതിന് ക്രോസ് ആയിട്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണ് കിട്ടേണ്ടത്, 7 വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കിട്ടേണ്ടത്. ബട്ട് ദർ ഈസ് എ ഡൈനാമിക് റെസിസ്റ്റൻസ്. ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ റീപ്ലേസ് ദിസ് ഡയോഡ്. ഡൈനാമിക് റെസിസ്റ്റൻസ് ഒന്നുമില്ല ഐഡിയൽ കേസിലാണെങ്കിൽ ഇതിന് ക്രോസ് ആയിട്ട് എപ്പോഴും 7 voltage തന്നെ കിട്ടുന്നത്. But in practical case, here we can replace the diode, Zener diode. This is the Zener diode. Zener diode can be replaced as a cell with a resistor. This is the dynamic resistance because ഈ സ്ലോപ്പാണ് ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ലോപ്പാണ്, ഒരു സ്മോൾ സ്ലോപ്പ് ഉണ്ട്. ഈ സ്ലോപ്പില്ല, ഡയറക്റ്റ് ഷാർപ്പാണെങ്കിൽ ദാറ്റ് ഡൈനാമിക് റെസിസ്റ്റൻസ് വിൽ ബി 0 ആയിരുന്നേനെ. ബട്ട് ദർ വിൽ ബി എ സ്മോൾ സ്ലോപ്പ്, ഒരു ചെറിയൊരു സ്ലോപ്പ് ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് ഡൈനാമിക് റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് 7 voltage സപ്ലൈ ആൻഡ് വി ക്യാൻ ഹാവ് എ ഡൈനാമിക് റെസിസ്റ്റൻസ് ഓഫ് 10 ohm. 10 ohm ഡൈനാമിക് റെസിസ്റ്റൻസും ഉണ്ട്. ഓക്കെ, സോ വി ക്യാൻ റീപ്ലേസ്. അപ്പം ഡൈനാമിക് റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിനെ നമുക്ക് ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം, സർക്യൂട്ട് വെച്ചിട്ട്. സോ നോർമൽ കണ്ടീഷനിലൊക്കെ നമ്മൾ എടുക്കുന്ന ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് 0 ആയിട്ടാണ്. അതുകൊണ്ടാണ് എപ്പോഴും വോൾട്ടേജ് അക്രോസ് ദിസ് സെനർ ഡയോഡ് എപ്പോഴും ഇപ്പോൾ 7 വോൾട്ടേജിൻ്റെ സെനർ ഡയോഡ് ആണെങ്കിൽ 7 വോൾട്ടേജ് തന്നെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് ഇഫ് ദ ഇൻപുട്ട് റേഞ്ച് ഈസ് 10 to 16 വോൾട്ടേജ്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് റേഞ്ച്? ഇനീഷ്യലി ഇൻപുട്ട് വോൾട്ടേജ് 10 വോൾട്ടേജ് ആയിട്ട് എടുക്കുക. ഓക്കെ, ലെറ്റ് VI is 10 voltage. So the circuit will be look like, can replace the circuit as 10 voltage, and we can have this resistance, series resistance is 200 ohm. It's not 20 ohm, it is 200 ohm. It is 200. And we can have a dynamic resistance. This is the value. Dynamic resistance is 10 ohm, and we can have replace with a cell of 7 voltage because its breakdown voltage is 7 voltage. So we can easily find out the value. What is initially
what is the value of output voltage? So output voltage V0 is equal to 7 voltage plus 10 into I. 7 voltage plus 10 into this I. The cross side drop plus ഇവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ടോട്ടൽ. കാരണം ഇതിനെ ക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ 10 into I. What is I? What is the value of I? Current flowing through this. That is 10 minus 7 divided by the total resistance 210. That is 3 by 210. We will get as into 10. So 0.014. Okay, so 0.014 into 10. So at that time the output voltage is 0 into, that is 7.14 volt. Output voltage. Whenever the input voltage is 10 voltage, the output voltage is 7.14 voltage. Okay. ഇതെടുത്തത് മനസ്സിലായോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? കാരണം this is a replacement of this Zener diode with dynamic resistance 10 ohm. അപ്പോൾ ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ദിസ് പ്ലസ് ദിസ് ആണ്. ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ദിസ് റെസിസ്റ്റൻസ്, ഇതിലൂടെയുള്ള കറണ്ട് ആണ്. സോ ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 minus 7 divided by 210 ആണ്, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഓക്കെ, സോ വി ഗോട്ട് ദ ഫസ്റ്റ് റേഞ്ച്, ഔട്ട്പുട്ട് റേഞ്ച്. വെൻ വി ഇൻ ഈസ് 10 voltage, വി ഔട്ട് ഈസ് 7.14 voltage. Then next condition, Vi is 16 voltage. That Vi is 16 voltage. So the V0 is equal to 7 voltage plus 10 into I തന്നെയാണ്. So we have to find out the I. That is I is 16 minus 7 divided by 210. This time 7 voltage plus 10 into 16 minus 7 divided by 210. That is equal to 7.43 volt. Okay. So the V0 range is 7.14 voltage to 7.43 volt when the input voltage is 10 to 16 voltage. Okay. However, നമുക്ക് ഐഡിയൽ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ട് 7 വോൾട്ടേജ് തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ സെനർ ഡൈനാമിക് റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ, ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് വാല്യൂ കൂടുമ്പോൾ നമുക്കറിയാം ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും. കാരണം എന്താ, ഈ സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കും ഇങ്ങോട്ടേക്ക്. അപ്പോൾ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജും കൂടിക്കൊണ്ടിരിക്കും. വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജും കൂടും. ബട്ട് ഇൻ ഐഡിയൽ കേസിൽ നമ്മൾ വേണ്ടത് എന്താണ്, എത്ര ഇൻപുട്ട് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാലും ഔട്ട്പുട്ട് വോൾട്ടേജ് സെനർ ഡയോഡിനെ ക്രോസ് ആയിട്ട്, അപ്പം ഐഡിയൽ കേസിൽ ഈ ഡൈനാമിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണോ നിങ്ങൾക്ക് ഐഡിയ? ഓക്കെ, ഒരു സിമിലർ പ്രോബ്ലം ഉണ്ട്. ദാറ്റ് വിൽ ബി ഓൾസോ, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. വോൾട്ടേജ് regulator circuit has a specification. IL, load current is 10 milliampere. Output voltage is 10 voltage, and the input voltage Vin varies from 30 to
50 വോൾട്ട്. ഇൻപുട്ട് വോൾട്ടേജ് ഒരു വേരിയബിൾ സപ്ലൈ ആണ്, അത് വിൽ വേരി. ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും 10 വോൾട്ടേജ് ആയിട്ട് കിട്ടേണ്ട ഒരു റെഗുലേറ്ററാണ് വേണ്ടത്. ഓക്കെ, ദിസ് ആണ് ഡയോഡ് ഹാസ് VZ ഈസ് ഈക്വൽ ടു 10 വോൾട്ടേജ്. അതുകൊണ്ടാണ് നമുക്ക് 10 വോൾട്ടേജ് കിട്ടണം എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ സെൽ വോൾട്ടേജ് 10 വോൾട്ടേജ്. ആൻഡ് IZK is the knee current whenever the input the voltage is zener voltage, at that moment ഉള്ള കറണ്ട് ആണ് knee current. IZK is the knee current. Knee current is 1 milliampere equal to 1 milliampere. Question: for the satisfactory operation, the value of R. Okay, ഇതുപോലത്തെ പ്രോബ്ലംസ് സ്ഥിരം നമ്മൾ കാണാറുണ്ട് ഫാമിലി TMFRനൊക്കെ. ഓക്കെ, ഓപ്ഷൻ എ R is greater than, less than or equal to 1800, and in B it's in between, and in C and in D 4000. And the circuit. IL is 10 milliampere ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ വാല്യൂ ഓഫ് R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദിസ് വാസ് ദ സർക്യൂട്ട്. ദിസ് ഇസ് 10 വോൾട്ടേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ദിസ് ഇസ് എ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട്. അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെയാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് Vin is given here. And there is series resistance R തന്നിട്ടുണ്ട്, ഒരു സെനർ ഡയോഡ് തന്നിട്ടുണ്ട്, 10 വോൾട്ടേജിൻ്റെ ലോഡ് തന്നിട്ടുണ്ട്. ലോഡിൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് 10 വോൾട്ടേജ് ആയിരിക്കണം. Vin വേരീസ് ഫ്രം 30 to 150 വോൾട്ടേജിൽ Vin വേരി ചെയ്യുന്ന ഒരു സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. സെനർ ഡയോഡ് VZ 10 വോൾട്ടേജ്, IZK 1 milliampere ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ IZK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വാസ് ദ മിനിമം കറണ്ട് ടു അച്ചീവ് ദ സെനർ ഡയോഡ് ടു മേക്ക് സെനർ വോൾട്ടേജ് ഓർ റെഗുലേഷൻ തരാനുള്ള മിനിമം കറണ്ട് ആണ് IZK എന്ന് പറയുന്നത്. അപ്പോൾ നീ കറണ്ട് ഈസ് ദ മിനിമം കറണ്ട് whenever the voltage across the zener diode is the zener voltage. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും മിനിമം കറണ്ടാണ് നീ കറണ്ട് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നീ കറണ്ട് 0 ആയിട്ടാണ് എടുത്തത്. ഹിയർ വി ക്യാൻ ഹാവ് എ നീ കറണ്ട് പറഞ്ഞിട്ടുണ്ട് 1 milliampere. അപ്പോൾ ഈവൻ ഈ സെനർ ഡയോഡ് സെനർ വോൾട്ടേജ് എത്തണമെങ്കിൽ അതിൻ്റെ നീ കറണ്ട് 1 milliampere ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് R ഫോർ ദി സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻ ഓഫ് ദീസ് സർക്യൂട്ട് 10 വോൾട്ടേജ് എപ്പോഴും നമുക്ക് കിട്ടാനായിട്ട് വാല്യൂ ഓഫ് R എന്തായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ നിങ്ങൾക്ക്?